CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്ക് കുരുക്കായിരിക്കുകയാണ് ഇപ്പോൾ SFIOയുടെ കണ്ടെത്തൽ. ഇല്ലാത്ത സേവനത്തിന് വീണ കൈപ്പറ്റിയത് വൻ തുകയാണ് എന്ന് SFIO റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്തായാലും ഇത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് വലിയ കുരുക്കാവുകയാണ്. IT കൺസൾട്ടന്റ് എന്ന പേരിൽ വീണയ്ക്കും എക്സാലോജിക്കിനുമായി ലഭിച്ചത് പ്രതിമാസം 8 ലക്ഷം രൂപയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അറ്റ്ന ടെക്നോളജീസ് എന്ന സ്ഥാപനവുമായി CMRL ഉണ്ടാക്കിയ കരാറാണ് ഇതിൽ നിർണായകമായത് എന്ന വിവരവും ഉണ്ട്. എക്സാലോജിക്കുമായുള്ള കരാർ അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് അറ്റ്ന ടെക്നോളജീസുമായി CMRL കരാറിൽ ഏർപ്പെട്ടത്. അതേസമയം ചോദ്യം ചെയ്യലിന് EDക്ക് മുന്നിൽ ഹാജരാകണമെന്ന സമൻസിൽ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന റിപ്പോർട്ടും പുറത്തേക്ക് വരികയാണ്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് വീണയുടെ പ്രതികരണം. CMRLുമായുള്ള ഇടപാട് നിയമാനുസൃതമാണ്, തെളിയിക്കാനുള്ള രേഖകൾ കൈവശമുണ്ട്. CMRLുമായുള്ള ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നടന്നത്. സേവനത്തിൽ CMRL തൃപ്തരാണ് എന്നും അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുമാണ് വീണയുടെ വാദം. എന്നാൽ EDക്ക് മുന്നിൽ ഹാജരാകുന്ന കാര്യത്തിൽ അഭിഭാഷകരുമായി സംസാരിച്ചതിന് ശേഷമാകും തീരുമാനമെന്നും വീണ അറിയിക്കുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസുകാർക്ക് ശാസനയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ രംഗത്തെത്തിയിരിക്കുകയാണ്. ആക്രമണമുണ്ടായപ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസുകാർ തടഞ്ഞില്ല എന്ന് കമ്മീഷണർ കുറ്റപ്പെടുത്തി. വാഹനങ്ങൾക്ക് നേരെ മുട്ടയേർ ഉണ്ടായപ്പോഴും അത് തടഞ്ഞില്ല. എന്തുകൊണ്ട് ലാത്തി ചാർജ് നടത്തില്ല എന്നും കമ്മീഷണർ ചോദിച്ചു. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പോലീസുകാരെ കമ്മീഷണർ ശാസിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു കമ്മീഷണർ വിമർശനം ഉന്നയിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിച്ചില്ല എന്നായിരുന്നു പോലീസുകാരുടെ മറുപടി. ആക്രമണം തടയുന്നതിൽ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ശാസിച്ചിരിക്കുന്നത്. എന്തായാലും മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കുരുക്ക് മുറുകുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. വലിയ തുകയാണ് മാസം എക്സാലോജിക്കിനായി ലഭിച്ചത് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ED അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നത് വലിയ ചോദ്യമായി ഉയരുകയാണ്.